ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞൊരു വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൽദി ഡേയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കല്യാണത്തിന് പോവാണ്. സൺഡേ രാവിലെ 10 മണിക്കാണ് ട്രെയിൻ കേട്ടോ, തിരുവനന്തപുരത്തേക്ക് പോവാം. ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നുമില്ല, നേരെ വീഡിയോയിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് കസിൻ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ വരുന്ന ആൾക്കാരെയൊക്കെ ലിസ്റ്റ് എഴുതി വെക്കാണ്. ഹസ്ബൻഡ് വരുന്നില്ല, ഞാനും സയാനും ഉമ്മയും അനിയത്തിയും കൂടിയിട്ടാണ് പോകുന്നത്. അനിയൻ എക്സാം ആയതുകൊണ്ട് വാപ്പയും അനിയനും കൂടി വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ട്രെയിനൊക്കെ കയറ്റിയതിന് ശേഷം ഹസ്ബൻഡ് നേരെ തിരിച്ചിനി എറണാകുളത്തേക്ക് പോകും. കല്യാണത്തിന് പോകാനുള്ള പ്ലാനൊന്നും ശരിക്കും എനിക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മയും ഹസ്ബൻഡും പിന്നെ കസിൻ സിസ്റ്ററും പിന്നെ ഗ്രൂമിൻ്റെ വാപ്പയൊക്കെ കുറേ ഇങ്ങനെ നിർബന്ധിച്ച് വരാനൊക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തതാണ് കേട്ടോ കല്യാണത്തിന് പോകാമെന്ന്. പിന്നെ അതാ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ഉണ്ടായിരുന്നു, നെയ്ച്ചോറും മുട്ട റോസ്റ്റും ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 8 മണിക്കാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് പോവാന്നുള്ളത്. അതുവരെ ഞാൻ പോകണില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കണമായിരുന്നു കേട്ടോ. പിന്നെ എന്താണ് എല്ലാവരും ഇങ്ങനെ നിർബന്ധിപ്പിച്ചപ്പോഴത്തേക്കും പോവാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ വന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ജയാനൊക്കെ കൊണ്ട് അത്രയും നേരം ട്രെയിനിലൊക്കെ ഇരിക്കണേ. രാവിലെ 10 മണിക്ക് കയറിയിട്ട് വൈകിട്ട് 6 മണിയൊക്കെ ആവും തിരുവനന്തപുരത്ത് എത്തുമ്പോൾ. അത്രയും നേരം ട്രെയിനിൽ ജയാനം കൊണ്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞ് വാ നമുക്കെല്ലാം അടിപൊളിയായിരിക്കും, എൻജോയ് ചെയ്തിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ് ഈ ഒരു മൊമെൻറ്റ് പിന്നെ തിരിച്ച് കിട്ടൂല, പോയി എൻജോയ് ചെയ്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ പോകാൻ തീരുമാനിച്ചത്. പിന്നെ കീ ചെയിൻ വിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജാൻ ഈ ടോമിൻ്റെ ഒരു കീ ചെയിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ജയാൻ ഇന്നലെ വാങ്ങിച്ച ടോയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ട്രെയിനിൽ പോകുമ്പോൾ വേണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ട്രെയിനിൽ ഇങ്ങനെ ഓരോന്ന് വിൽക്കാൻ വരുമ്പോഴത്തേക്കും കീ ചെയിനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഉമ്മയാണ് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. അങ്ങനെ കുറേ നേരം അതായത് കുറച്ച് നേരം ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണം കഴിപ്പിച്ചു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. പിന്നെ കപ്പലണ്ടി മിഠായി വിൽക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും കപ്പലണ്ടി മിഠായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ജയാനും ഉമ്മയും കൂടിയിട്ട് ഇട്ടിരുന്ന് കളിക്കാനാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് തന്നെയാണ് എത്തിയത് കറക്റ്റ് ഇടാ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മളിതാ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസ്സിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ നമ്മൾ ബാഗ് ലഗേജൊക്കെ അവിടെ വെച്ചതിന് ശേഷം താഴെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഏകദേശം സ്നാക്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാൻഡ്വിച്ചും ബർഗർ അങ്ങനത്തെ സ്നാക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ 2 സാൻഡ്വിച്ച് വാങ്ങിച്ചു. പിന്നെ ചായയും കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് ബ്രൈഡിനുള്ള മാരേജിനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് നമുക്ക് പോകാനുള്ള ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രഷൊക്കെ ആയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളൊരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴാണ് ഇനി തിരിച്ച് ബ്രൈഡിൻ്റെ അവിടെ പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ ഒന്ന് ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകുമ്പോഴത്തേക്കും ടയേർഡായതൊന്നും തോന്നൂല. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്ന് ഈ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് കുറച്ചേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ഇത് കസിൻ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ജയാൻ ബേബിയുടെ കൂടെ ഇരുന്ന് കളിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ്. അപ്പോൾ അവർക്ക് ഇന്ന് ഹൽദി ഫംഗ്ഷൻ ആയിരുന്നു. അവരെ ഹൽദി ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ബ്രൈഡ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഗ്രൂമിൻ്റെ ഫാമിലി കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സയാന് കല്യാണത്തിന് വന്നപ്പോഴത്തേക്കും പുതിയൊരു ഫ്രണ്ടിനെ കൂടി കിട്ടിയിട്ടാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ഭയങ്കര കളിയായിരുന്നു.
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നടന്ന് വരാനുള്ള ദൂരമല്ലേ ഉള്ളൂ, അപ്പോൾ ജസ്റ്റ് നടന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ രാവിലെയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയൊക്കെ ആയി ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ മാരേജിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് ഈ റൂമിലേക്ക് വരില്ല, ഇനി ഇവിടെ നിന്ന് ബാഗും ലഗേജൊക്കെ എടുത്ത് ബസ്സിൽ വെക്കും. അതിനുശേഷം പിന്നെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ട്രെയിനിന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ബസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാ ഇവിടെ നിന്നപ്പോഴത്തേക്കും സൈനവ് ഓരോരു ഫ്രണ്ടും കൂടെ കിട്ടിയിട്ടാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ഭയങ്കര കഥയൊക്കെ പറയായിരുന്നു അവിടെ നിന്ന്. അങ്ങനെ നമ്മൾ ഇനി കല്യാണം നടക്കുന്ന ആ ഒരു ഹാളിലേക്ക് വേണ്ടിയിട്ട് പോവാണ്. ബസ്സിൽ വെച്ച് കുറച്ച് നേരം സൈനൊന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇപ്പോൾ മാരേജ് ഫംഗ്ഷൻ നടക്കുന്ന ഹാൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് സൈന ഉറങ്ങിയത്. അപ്പോൾ ഒന്ന് ഉറക്കം ബാലൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാൾ എത്തിയിട്ടൊന്നും വിളിച്ചില്ല കേട്ടോ, കുറച്ചേരം കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ എത്തിയിട്ട് അങ്ങനെ വെൽക്കം ഡ്രിങ്ക് പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ കഴിച്ചതിന് ശേഷം നമ്മുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൂമിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നിക്കയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ താങ്കൾക്ക് നിക്കാഹ് ചെയ്ത് ഹലാലായ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു മ്യൂസിക് ഇടാണെന്നുണ്ടെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നില്ല കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാതെ ഡാൻസ് മാത്രം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഇപ്പോൾ സയാൻ്റെ ഇഷ്ടമുള്ള പാട്ടാണ് ഇപ്പോൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സയാനും സയാൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് താഴെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. ശരിക്കും സയാനൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ ഒരു ഫംഗ്ഷന് വന്നില്ലായിരുന്നെങ്കിൽ നല്ലപോലെ മിസ് ചെയ്തേനെ കേട്ടോ. അപ്പോൾ വന്നത് ഭയങ്കരമായിട്ട് നന്നായെന്ന് തോന്നുന്നു. ഇപ്പോൾ സയാന് കളിക്കാൻ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ കൂടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടുപേരും കുറച്ച് നേരം കണ്ടില്ലെങ്കിൽ പരസ്പരം അന്വേഷിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ സയാൻ ബിരിയാണി കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സാദാ റൈസും സാമ്പാറൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും 2 വായൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഹൽദിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും അത് നെക്സ്റ്റ് ഡേ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്തു കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതൊന്നും അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തപ്പോഴത്തേക്കും വൈഫൈ പ്രോബ്ലം ആയിരുന്നു. അതാണ് പിന്നെ അങ്ങനെ 2-3 ദിവസം ഡിലേ ആയിപ്പോയത് കേട്ടോ. ഇപ്പോൾ ഷോർട്സും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഷോർട്സ് കാണാത്തവർ കണ്ട് നോക്കാം. പിന്നെ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക് യു സോ മച്ച് ടാ. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രെയിൻ വരാനായിട്ടുണ്ട് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് അന്താക്ഷരിയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ അന്താക്ഷരിയൊക്കെ കളിച്ചപ്പോഴത്തേക്കും പിന്നെ നമ്മളവിടെ എത്തിയത് അറിഞ്ഞില്ല. പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. ഹസ്ബൻഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും സയാനും കൂടിയിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഉമ്മയൊക്കെ വടക്കാഞ്ചേരി പോയിട്ടാണ് ഇറങ്ങിയത് കേട്ടോ, ഉമ്മ അനിയത്തിയൊക്കെ. പിന്നെ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത്. സയാന് ഹസ്ബൻഡ് ഷാർക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സയാന് ഷാർക്ക് വേണമെന്ന് 2 ദിവസമായിട്ട് പറയാണ്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയാൽ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയും പുതിയ വ്ളോഗ്സോ റെസിപ്പീസോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.